അപ്പോൾ ഇത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടെയും ചൂടിയിട്ട് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ വന്നിട്ട് നമ്മുടെ പയർ വിളവെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ല, നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ അത്യാവശ്യം പൂവും കാര്യങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ദിവസത്തെ ഉപ്പേരിക്കുള്ളത് നമുക്ക് എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വിളവെടുക്കാം, എന്ത് സുഖമാണെന്നറിയോ. നമ്മൾ തന്നെ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ വിളവെടുത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെ. പക്ഷെ ഈ കുട ചൂടി നിൽക്കാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ തന്നെ മഴ എത്ര കൊണ്ടാലും ബാധിക്കാത്തൊരു തെയ്യാണ് നമ്മുടെ വെണ്ടയ്ക്ക തെയ്യ് കേട്ടോ. നന്നായിട്ട് വെണ്ടയ്ക്ക ഉണ്ടാവും, കാരണം കണ്ട അതിൻ്റെ അവയൊക്കെ വരുന്നതുകൊണ്ട് അതിനെന്താ പറയുക, ശാഖകൾ, പുതിയ ശാഖകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവും കേട്ടോ വെണ്ടയ്ക്ക്. അതിൽ നന്നായിട്ട് കായിടും. അപ്പോൾ ഇതും മഴക്കാലത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു തെയ്യാണ് നമ്മുടെ വെണ്ടയ്ക്ക. മഴയും വെയിലും എത്ര കൊണ്ടാലും കായിടാൻ ഒരു പരിധി വരെ ഏറ്റവും കൂടുതൽ ഇടുന്ന ഒരു മുളക് തെയ്യാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കടലാസ് മുളക് എന്ന് പറയുന്നത്. ഒത്തിരി ഇടും കേട്ടോ. വെള്ളം കൊണ്ടൊന്നും പെട്ടെന്ന് അളിഞ്ഞു പോവുകയൊന്നും ചെയ്യില്ല. ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു മുളകും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ എരിവിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട, ഒരൊറ്റ മുളക് മതി. കടലാസ് മുളകിന് അങ്ങനെ ഒരു പ്രത്യേകത കൊണ്ട് കേട്ടോ, ഭയങ്കര എരിവായിരിക്കും സംഭവം. അപ്പൊ മഴക്കാലത്ത് ഉണ്ടായ നമ്മുടെ കുക്കമ്പറാണ് കേട്ടോ. അപ്പൊ മുറിച്ച് നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റ് ആട്ടോ.